ഹായ് iQOO Neo 6 നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗെയിമിംഗ് ബീസ്റ്റ് ആയിരുന്നു ആ ഒരു ഫോൺ. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ആ സമയത്തെ BGMI ഒഫീഷ്യൽ പാർട്ണർ ആയിരുന്നു. അതേപോലെ തന്നെ 90 FPS BGMI കളിക്കാൻ പറ്റുന്ന അണ്ടർ 30K കിട്ടുന്ന ഒരു അടിപൊളി ഫോണായിരുന്നു. നല്ല ക്യാമറ ഉണ്ടായിരുന്നു. ആമസോണിലൊക്കെ നമ്പർ 1 സെല്ലിംഗ് ഫോണായിരുന്നു. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു ഫോണും കൂടിയായിരുന്നു iQOO Neo 6. എല്ലാം ഉണ്ടായിരുന്നു അതിൽ. അതൊരു ബെസ്റ്റ് ഫോണായിരുന്നു. അടുത്ത വേർഷൻ iQOO Neo 7 ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പുതുമയോടെ കൊണ്ടുവന്നിരിക്കുന്നത്? കഴിഞ്ഞ ഫോണിലൊരു പോരായ്മ ഉണ്ടായിരുന്നല്ലേ, 5G ബാൻഡ് 2-3 ഒക്കെ ഉണ്ടായുള്ളൂ. അതൊരു വലിയ പോരായ്മയായിരുന്നു. ഇവിടെ 5-8 5G ബാൻഡോളം കൊടുത്തിട്ടുണ്ട്. സോ 5G ബാൻഡ് ഇവിടെ ഒരു ഇഷ്യൂ അല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. പെട്ടെന്ന് തന്നെ ഇതിന്റെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് iQOO Neo 7 ബോക്സ്. ആക്ച്വലി ഈ ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഫോൺ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കവർ, ഫോണിന്റെ കവറാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ്, നല്ല ക്വാളിറ്റി കേസാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും മാറ്റി വെക്കാം. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ടൈപ്പ് സി കേബിളും കൊടുത്തിട്ടുണ്ട്. 3.5mm ജാക്കിലേക്കുള്ള അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. ഇതിന്റെ ഡിസൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നത്? കഴിഞ്ഞ മോഡലിൽ നിന്ന് ഭയങ്കരമായ മാറ്റം തോന്നുന്നുണ്ടോ? എന്തായാലും ഇതിന്റെ ഈ ക്യാമറ മോഡുകളൊക്കെ കണ്ടോ, റെട്രോ ഫ്യൂച്ചറിസം എന്നാണ് ഇവരിതിനെ പറയുന്നത്. ബാക്കിയും കുറേ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. വല്ലതും പിടികിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും നോക്കി ഒന്ന് വായിച്ചു തരാം. പിക്സൽ സ്റ്റൈൽ ഫ്യൂച്ചർ, ദ ക്ലാസിക് എലമെന്റ് ഓഫ് റെട്രോ കൺസോൾ ആൻഡ് ഫെമികോം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സംഗതി എന്തായാലും ഇതാണ് ആ ഒരു ഡിസൈൻ. പോളികാർബണേറ്റ് ആണ് റിയർ സൈഡിൽ, ഫ്രെയിമും പോളികാർബണേറ്റ് ആണ്. ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ പ്രൊട്ടക്ഷൻ ആണ്. താഴെ ഡുവൽ നാനോ സിമ്മാണ്, 2 സിം. 5G നിങ്ങൾക്ക് ഉപയോഗിക്കാം. 8 5G ബാൻഡുകളോളം വരുന്നുണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗിൽ. റൈറ്റ് സൈഡിൽ പവർ വോളിയം ബട്ടണുകൾ. ടോപ്പ് സൈഡിൽ IR ബ്ലാസ്റ്ററും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ കാണാം. ഫ്രണ്ട് സൈഡിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അടങ്ങുന്ന 6.78 ഇഞ്ച് ഡിസ്പ്ലേ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്ന പോലെ. സോ iQOO Neo 7 എങ്ങനെയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. കയ്യിൽ പിടിക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആണ്. 193 ഗ്രാമാണ് വെയിറ്റ്. 8.58 mm ആണ് തിക്നെസ്. ഓവർ തിക്നെസ് എന്നോ ഓവർ വെയിറ്റ് എന്നോ ഒന്നും പറയാനില്ല. ഒക്കെ ഒരു ഡീസന്റ് ലെവലിൽ. 2 കളറിലാണ് വരുന്നത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഇനി ഇതിന്റെ മെയിൻ ഘടകത്തിലേക്ക് വരാം, അതായത് ഇതിന്റെ പെർഫോമൻസ്. Dimensity 8200 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 4nm പ്രൊസസ്സറാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 8 Gen 2 അടക്കം 4nm പ്രോസസ്സർ തന്നെയാണ്. സോ ഏറ്റവും പവർഫുൾ ആയ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും ഉൾപ്പെടുന്നുണ്ട്. ഇതിനകത്തെ ഒരു പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. 120 ഹെർട്സിന്റെ നൈസ് റീഫ്രഷ് റേറ്റ്, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ലാഗും നിങ്ങൾക്ക് കാണാനില്ല. വളരെ സ്മൂത്താണ്, എല്ലാ ഭാഗങ്ങളും വളരെ സ്മൂത്താണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ഫൺ ടച്ച് OS 13 ആണ്. UI നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് ബ്ലോട്ട്വെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് വേണ്ടാത്തതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തും ഡിസേബിൾ ചെയ്തും കളയാം. പിന്നെ ഇതിനകത്ത് ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ V ആപ്പ് സ്റ്റോറിനകത്ത് ചെന്നിട്ട് സെറ്റിംഗ്സിൽ കയറി ഇതൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് ആൻഡ്രോയിഡ് 13 ഇത് ഓൾറെഡി വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. അതായത് ആൻഡ്രോയിഡ് 14, 15 കിട്ടും. അത് കൂടാതെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. സോ 2-3 കൊല്ലം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണെന്ന സാരം. ഗെയിമിംഗിലേക്ക് വരുമ്പോൾ ഫുൾ സൈസ്, ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഓവർ ഹീറ്റിംഗിന്റെ ഇഷ്യൂ വരില്ല. 4D ഗെയിം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ X-ആക്സിസ് ലിനിയർ മോട്ടറൊക്കെ ഉൾപ്പെടുന്നുണ്ട്. വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഒക്കെ ഗംഭീരമാണ്. മോഷൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ ഈ ഗെയിമിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുന്നതിനനുസരിച്ച് പല കൺട്രോളുകൾ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് കാണാം, കണ്ടോ? ഈ രീതിയിലൊക്കെ അതിന്റെ ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. എല്ലാം ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫോൺ അനക്കിയാൽ മതി. ആ രീതിയിലുള്ള മോഷൻ കൺട്രോളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 90 FPS നിങ്ങൾക്ക് ഇവിടെ കാണാം. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ കണ്ടോ 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ഗെയിം പ്ലേ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നൈസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയ ഗെയിം പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ 4K 30 FPS-ലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടാൻ വഴിയില്ല. ബട്ട് എനിക്കിവിടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. 90 FPS-ന്റെ വളരെ നൈസായ സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ്. കോൾ ഓഫ് ഡ്യൂട്ടി ഇത് നല്ല രീതിക്ക് ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരു വിഷയമില്ലാതെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. PUBG ന്യൂ സ്റ്റേറ്റിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ സ്റ്റേറ്റ് മൊബൈൽ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 90 FPS-ന്റെ ഓപ്ഷൻ. നമ്മളിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായി കാണുന്ന പോലെ നൈസായിട്ട് അതിലും 90 FPS കളിക്കാം. പക്ഷേ ഇതിൽ കളിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല. ബട്ട് എങ്കിലും ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 90 FPS. BGMI ഇപ്പോഴേക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. കമ്മിങ് സൂൺ എന്നത് അവിടെ സ്ക്രീൻഷോട്ട് കാണാം. കമ്മിങ് സൂൺ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ BGMI വരും. സോ ഇന്ത്യയിലേക്ക് BGMI തിരിച്ചു വരുമെന്നും പ്രതീക്ഷിക്കാമെന്ന് സാരം. ഇവർ BGMIയുടെ ഒഫീഷ്യൽ പാർട്ണർ ആയിരുന്നു iQOO Neo 6 ടൈമിൽ. സോ BGMI താമസിയാതെ വരാൻ സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. വേറെ യാതൊരു ഇഷ്യൂസും ഗെയിമിംഗ് പെർഫോമൻസിലില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ വളരെ നൈസായിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ സാധിച്ചു. മണിക്കൂറുകളോളം കളിക്കുമ്പോഴും ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല.
ടോട്ടലി നമ്മൾ മുൻപ് പറഞ്ഞ പോലെ അണ്ടർ 30K iQOO Neo 6 ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആയിരുന്നു. ഇതും അണ്ടർ 30K തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആയിരിക്കും. കാരണം ഇതിൻ്റെ പെർഫോമൻസ് വൈസ് ഒക്കെ അണ്ടർ 30K തന്നെയാണ് ഇതും വരുന്നത്. സോ ഗംഭീരമായിരിക്കും തന്നെ പ്രതീക്ഷിക്കാം. പെർഫോമൻസ് എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ബാറ്ററി 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കളിക്കാം. 5000 mAh ഉള്ള കപ്പാസിറ്റി ഉണ്ട്. 4nm പ്രോസസ്സറാണ്. ബാറ്ററി ലൈഫിൽ വേറെ ഇഷ്യൂസ് ഇല്ല. മാത്രമല്ല 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ചാർജിങ്ങിലോ ബാറ്ററി ലൈഫിലോ വേറെ ഇഷ്യൂസ് ഇല്ല. അത് മാത്രമല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ HDR10 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 6.78 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Neo 6ന്റെ ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയായിരുന്നു. ഇതിലേക്ക് വരുമ്പോഴും ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. മെയിൻ ക്യാമറ ഇമേജുകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സെൽഫി ക്യാമറ ഇമേജും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റിൽ ഓൾറെഡി ഇതൊക്കെ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. വീഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം. 4K 30 FPS അടക്കം ഷൂട്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് ഇതിൻ്റെ ക്യാമറകൾ നമുക്ക് തരുന്നത്. സ്റ്റെബിലൈസേഷനോടുകൂടി തന്നെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജുകൾ. നോർമലി ഒരു നല്ല ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് മതിയോ എന്നുള്ള കാര്യം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. വീഡിയോ ക്വാളിറ്റി, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഗ്രേറ്റ് സെറ്റപ്പ് ആണ്. യാതൊരു ഇഷ്യൂസ് എനിക്ക് തോന്നുന്നില്ല. അണ്ടർ 30K വരുന്നൊരു ഫോൺ, ഗെയിമിങ്ങിനൊക്കെ പ്രയോറിറ്റി കൊടുത്ത് വരുന്നൊരു ഫോൺ, അതിൽ ഇത്രയും നല്ലൊരു ക്യാമറ ഉണ്ടാകാമെന്ന് പറയുമ്പോൾ ഓക്കെ ആണോ നിങ്ങളാണ് പറയേണ്ടത്. സോ ക്യാമറ ക്വാളിറ്റി ഇങ്ങനെയാണ്. ഓവറോൾ കൊള്ളാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ, പെർഫോമൻസ്, ഗെയിമിംഗ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓവറോൾ മുൻപ് നമ്മൾ പറഞ്ഞ പോലെ iQOO Neo 6 ഒരു ബെസ്റ്റ് ആയിരുന്നു എന്ന പോലെ തന്നെ ഇതിപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. 1-2 ദിവസമേ ആയിട്ടുള്ളൂ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. കുറച്ചങ്ങോട്ട് ഉപയോഗിക്കട്ടെ. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴേക്കും ഞാൻ പക്ക ഓക്കെയാണ്. അടിപൊളി ബെസ്റ്റ് ഒരു അണ്ടർ 30K ഒരു കില്ലർ ഫോൺ, കില്ലർ ഗെയിമിംഗ് ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇനി ഇതിൻ്റെ ലോഞ്ച് 16-ാം തീയതിയാണ് വെച്ചിരിക്കുന്നത്. 12 മണിക്കാണ് ലോഞ്ച് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിൽ തന്നെ 1 മണിക്ക് തന്നെ അതിൻ്റെ സെയിലും ആരംഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമായെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റിലും ടൈമിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ അത്രയുമാണ് iQOO Neo 7 കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിംഗ്, എൻ്റെ ഇനീഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഈ ഒരു റെട്രോ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ ആ പേര്, ആ ഡിസൈൻ, അതിന് നിങ്ങൾ എന്ത് പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.